കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. ഒരുപാട് മ്യൂസിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നു. സോ ആസ് ആൻ ആർട്ടിസ്റ്റ് എപ്പോഴും സന്തോഷം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ ഭാവത്തിൽ. അതെ, പി ജയചന്ദ്രൻ സാറിന്റെ കൂടെ പാടാൻ കിട്ടിയ ഒരു പാട്ടാണ്. അപ്പൊ ഇതാണ് ആദ്യമായിട്ട് പാടുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് പാടുന്നത് ആണോ? എന്തിനെന്നറിയില്ല, എങ്ങിനെന്നറിയില്ല, എപ്പോഴോ നിന്നെ എനിക്കിഷ്ടമായി. നമ്മൾ ഒരുപാട് ഡാൻസ് ചെയ്തിട്ട് വോക്കൽ കോഡ്സിന് കുറച്ച് പ്രശ്നം വരും. ഒരുപാട് പാടാനല്ലേ കൂടുതൽ താല്പര്യം. അപ്പൊ ചെറിയ സ്റ്റെപ്സ് ഓക്കെയാണ്, പക്ഷെ ഒരുപാട് നമ്മള് ഹെവി ഇത് വരുമ്പോഴത്തേക്ക് ഒരു സ്ട്രെയിൻ പാടുമ്പോ കൂടുതൽ ആടി പോകുമ്പോഴത്തേക്ക് ഇതിന് വല്ലാത്ത ഒരു സ്ട്രെയിൻ ആണ്. ഞാൻ ഒരുപാട് വലിയൊരു ഫാൻ, ഒരു ആക്ടറിന്റെ ഒരു വലിയ ഫാനാണ് മീരയുടെ, രജനികാന്ത്. രജനി ഫാനാണ് ഞാൻ. ഫസ്റ്റ് ഷോന് പോകുന്ന ആളാണോ? പിന്നെ ഞാൻ ഇരുന്ന് കൈ അടിച്ച് നിലവിളിച്ച് ഒക്കെ ഭയങ്കര എന്താ പറയാ, അങ്ങനത്തെ ഒരു ഫാനാണ് അദ്ദേഹത്തിന്റെ. കൂടുതലും മീരയുടെയാണ് മീരയ്ക്കാ പാടിയിരിക്കുന്നത്. ആറ്റിൻ കരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ. ഞാൻ പാടാൻ ചെല്ലുമ്പോഴേ ചേച്ചി മെലഡി സോങ്സ് അല്ലേ, നല്ല രസമല്ലേ എന്നൊക്കെ പറയാം. നല്ലതാണ്, പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സ് പോലത്തെ സോങ്സും പാടിയിട്ടുണ്ട്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ സ്പെഷ്യൽ ആവുന്നതെന്ന് അറിയോ? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടുള്ളത് കുറേ ഗാനങ്ങളാണ്. കുറേ നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്ന നല്ലൊരു ഗായികയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്, മഞ്ജരി. ഹായ് മഞ്ജരി. ഹായ് രമ്യ. സുഖായിരിക്കും. ഇപ്പത്തെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ, ഒരുപാട് വിശേഷങ്ങൾ. ഹാപ്പി ആയിട്ട് പോകുന്നു. ഒരുപാട് മ്യൂസിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നു. സോ ആസ് ആൻ ആർട്ടിസ്റ്റ് എപ്പോഴും സന്തോഷം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, അതെ. ഞാൻ മഞ്ജരിനെ എപ്പോ കണ്ടാലും യൂഷ്വലി നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള സാരി നിറഞ്ഞ് മുല്ലപ്പൂ, അല്ലെങ്കിൽ തന്നെ സാരിയും ഭയങ്കര ലൗഡായിട്ടും ചുരിദാർ അങ്ങനെയൊക്കെയാണ് എപ്പോഴും. ഇന്ന് ശരിക്കും ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ആക്ച്വലി ഞാൻ ജീൻസ് ഒക്കെ ഇടാറുള്ളതാണ്. അതെ, പക്ഷെ കൂടുതൽ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ വരുമ്പോ എപ്പോഴും ഓൾവേസ് പ്രിഫർ ചെയ്യണം, അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ ഇന്റർവ്യൂവിൽ ഒരു അങ്കോപാങ്കം പോലെ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് ജീൻസ് ഇട്ടൊന്നും പാടാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പിന്നെ കൂടുതൽ കംഫർട്ടബിൾ ആണ് ഇത്. പിന്നെ ഒരു കാഷ്വൽ വെയർ അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു രമ്യ അങ്ങനെ കാഷ്വൽ ആയിട്ടായിരിക്കും ഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഞാൻ വളരെ ഫോർമൽ ആയി പോയത്. അതുകൊണ്ടൊന്നും നേരെ നമ്മള് രണ്ടുപേരും കാൽക്കുലേഷൻ അങ്ങനെ ഇങ്ങനെ മാറിപ്പോയി. പിന്നെ പുതിയ പുതിയ പാട്ട്, ഇപ്പൊ സിനിമ പാടുന്നത്, പുതിയ വിശേഷങ്ങൾ, പുതിയ പ്രോജക്ട്സ് ഇറങ്ങാൻ പോകുന്നു. അപ്പം പലതരത്തിലുള്ള പുതിയ ഡയറക്ടേഴ്സ് ആണ്, പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ ഈ ഒരു ജനറേഷനിൽ ഉള്ള അപ്കമിങ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ശരിക്കും പാട്ടുകൾ അങ്ങനെ പാടാൻ ചെല്ലുമ്പോഴാണ് അവരുടെയൊക്കെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ടാലന്റ് ഒക്കെ പുറത്തു വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഐ ഓൾസോ ഫീൽ ഗുഡ് ആൻഡ് ഹാപ്പി, കംഫർട്ടബിൾ ആണ്. അപ്പൊ അതൊക്കെയാണ് മൂവി വിശേഷങ്ങള്. പിന്നെ അതല്ലാതെ റിയാലിറ്റി ഷോസിന്റെ ഒരു ടൈമാണ്. അപ്പം ജഡ്ജായിട്ട് ഇരിക്കുന്നു. ഇപ്പൊ ചില സമയത്ത് ആൾക്കാരിങ്ങനെ നമ്മൾ ട്രാവൽ അവര് ജഡ്ജല്ലേ, അപ്പൊ പെട്ടെന്ന് തോന്നും വക്കീല് ജഡ്ജ് അങ്ങനെയൊക്കെ പറയുന്ന പോലെ ജഡ്ജാണെന്നൊക്കെ. അപ്പൊ അതും ഞാൻ എൻജോയ് ചെയ്യുന്നു. അതിലും ഇപ്പത്തെ ഒരുപാട് ടാലന്റ്സ് ഉണ്ട്, ആൾക്കാർ പാടുന്നു. അപ്പം കംപ്ലീറ്റ്ലി ലൈഫ് മൊത്തം മ്യൂസിക്കിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി രീതിയിൽ ഫുൾ ടൈം പാട്ടാണ്. പാടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? കിളിക്കാൻ പെട്ടി പാട്ടുപെട്ടി പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ ഇന്നിപ്പോ സ്പെഷ്യൽ ആക്കുന്നത് ഈ ഒരു സംഭവത്തോടെയാണ്. അതായത് ഇതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട്, കണ്ടല്ലോ. ഓരോരോ കാർഡായിട്ട് എടുക്കുക, ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു സംതിങ് സ്പെഷ്യലിനെ മാക്സിമം സ്പെഷ്യൽ ആക്കി തരാം. ഓക്കെ,
അപ്പൊ എന്നാ ഇരി കൈ നീട്ടി ഇതങ്ങ് വാങ്ങിച്ചോളാ. മുഴുവനായിട്ട് എടുക്കണോ? മുഴുവനായിട്ടും അങ്ങ് എടുത്തോളൂ. കഴിക്കാൻ വല്ലതായിരിക്കും. കഴിക്കാനൊന്നുമില്ല, ഡയറ്റിലല്ലേ, ഇപ്പൊ എന്ത് കഴിക്കാനാ? ഡയറ്റും ഇല്ലാത്ത ഒരാളാ ഞാൻ. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കടക്കാം. അതില് നമ്മൾ ഓരോരോ ചീട്ട് കവർ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. അതില് ഓരോ പേപ്പറിലും നമ്മൾ ഓരോ ഗാനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അത് ഏതാന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോലെ മൾട്ടി കളറിലാണ് വെച്ചിരിക്കുന്നത്. എടുത്തോളാം. എന്നിട്ട് അതിൽ ഏത് പാട്ടാണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ ആ പാട്ട് പാടണം. എന്നിട്ട് ആ പാട്ടിന്റെ ഒരുപാട് പാട്ടുകളുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ പാട്ട് പെട്ടി സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞത്. ഈ എപ്പിസോഡ് സ്പെഷ്യൽ ആക്കി തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ ഓരോന്ന് എടുത്തോളൂ. എന്നിട്ട് ആ പാട്ടിന്റെ പിന്നിലുള്ള കഥ പറയണം. ആദ്യം പാട്ട് പാടുക, പിന്നെ പിന്നിലുള്ള ഒരു കഥ. എല്ലാം മഞ്ജരിയുടെ സ്വന്തം ഗാനങ്ങളാണ്. ഇന്ന് പെണ്ണിന് ചൈന ടൗണിലെ പാട്ട്. ഓ, ഞാൻ തന്നെ തെറ്റിച്ചെങ്ങാനും പറഞ്ഞാൽ മോളെ പനിഷ്മെന്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് പെണ്ണിന് ജാസി ചേട്ടന്റെ മ്യൂസിക്, പിന്നെ റാഫി മെക്കാട്ടിൻ പടം. ഞാൻ അവരുടെ ഭയങ്കര ഫാനാണ്. അവരുടെ ഒരു മൂവീസ് അത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കോമഡി ഇഷ്ടപ്പെടുന്ന ഒരാളാ. അപ്പൊ അങ്ങനെ മെക്കാട്ടിൻ അദ്ദേഹത്തിന്റെ 2-3 പ്രോജക്ട്സിൽ ഞാൻ പാടിയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്തത് ലാസ്റ്റില്. അപ്പം ഒരു വലിയ താരനിര കൂടുതലാണല്ലോ. അപ്പം എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ രണ്ടുപേര് ഡാൻസ് ചെയ്യും. അപ്പൊ കാവ്യയുടെ വോയിസ് ആയിരിക്കും മഞ്ജരിയുടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, എനിക്ക് ഈ റെക്കോർഡിങ്സ് വരുമ്പോഴത്തേക്ക് ഹീറോയിനെ ഞാൻ ചോദിക്കുമെന്ന്, പക്ഷെ അവരുടെ ഒരു വോയിസ് ടോൺ എങ്ങനെയായിരിക്കും അതിനനുസരിച്ച് പാടുമ്പോ ശബ്ദം മാറ്റാറുണ്ടോ? ശബ്ദം മാറ്റുന്നല്ല, എക്സ്പ്രഷൻസ്. ഇപ്പൊ ഓരോരുത്തരെ ഇപ്പൊ മീര ജാസ്മിൻ അഭിനയിക്കുമ്പോൾ മീര ഭയങ്കര ലൗഡാണ്, ആക്ടിങ് ഭയങ്കര ലൗഡാണ്. അപ്പൊ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവും മനസ്സിൽ. കാവ്യ ആള് സോഫ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ആണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഒതുക്കം ആക്ടിങ് ഉണ്ടാവും. അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്. ഐ ആക്ച്വലി ലൈക്ക്, ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ നാടകവും സാധനങ്ങളൊക്കെ കാണാൻ, ആക്ട്രസസ് ഒക്കെ അഭിനയിക്കുന്നൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരുടെ ശബ്ദമാവുമ്പം എങ്ങനെയായിരിക്കും അവരുടെ ഒരു സ്വഭാവം എന്നുള്ളത് ആലോചിക്കാറുണ്ട്. അതും ഭയങ്കര ഞാൻ ആദ്യം കേൾക്കട്ടോ ആ ഒരു സംഭവം. അതുപോലെ പാടുമ്പോ അത് കുറച്ചുകൂടി ഒരു എഫക്റ്റ് ഉണ്ടാവുന്ന ഒരു സാധനം. ശരിക്കും അത് ഭയങ്കര ട്രൂ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പറഞ്ഞു കേട്ടപ്പോ ശരിക്കും അത് ആ ആളുടെ ക്യാരക്ടറും ഒക്കെ ആയിട്ട് ശരിക്കും ചേരും അപ്പോ അല്ലെ പാടുമ്പോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും മഞ്ജരി പാടിയ ഏത് പാട്ട് തന്നെ നോക്കിയാലും മെജോറിറ്റി അല്ലെ എല്ലാ പാട്ടും തന്നെ സൂപ്പർ ഹിറ്റാണ്. എല്ലാ പാട്ടും കറക്റ്റ് റീച്ച് ശരിക്കും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇതും ഒരു കാരണമാവാം, അതിന്റെ ആ ഫീല് കറക്റ്റ് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടും അല്ലേ? കാരണം അതൊരു വലിയൊരു ഫാക്ടറാ. ഇന്നത്തെ കാലത്ത് ഈ ലിപ്പ് കൊടുക്കുന്നത് വളരെ ചുരുക്കമാണ്. സിനിമയിലെ പാട്ടുകളിൽ അവർ ലിപ്പ് കൊടുക്കുന്ന വളരെ ചുരുക്കമാണ്. ഒട്ടുമിക്ക പാട്ടുകളും ഇങ്ങനെ ബാക്കില് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അന്ന സമയത്ത് നമ്മൾ വന്ന ആ ഒരു സമയത്തൊക്കെ കുറച്ച് പാട്ടുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. ആക്ട്രസ് ലിപ്പ് കൊടുക്കും. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു കൗതുകമുള്ള ഒരു സാധനമാണ്. ആസ് എ സിംഗർ പാടുമ്പോഴത്തേക്ക് ഒരാള് നമ്മുടെ ആ ശബ്ദത്തിലൂടെ ഒരു സുന്ദരിയായ ഒരു ആക്ട്രസ് അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു സ്പെഷ്യൽ സന്തോഷമുണ്ട് ഉള്ളില്. അപ്പൊ അത് ആദ്യമേ ചോദിക്കും. ചില പടങ്ങൾക്ക് അറിയാം ആരായിരിക്കും, ചിലവരോട് ചോദിക്കാൻ ഒരു മടിയാ, പേടിയാ, ചോദിക്കില്ല. അപ്പൊ അങ്ങനെ അറിയുമ്പോഴത്തേക്കുള്ള ഇപ്പം പിണക്കമാണോ കാവ്യ അഭിനയിച്ചത്, അപ്പൊ ചില ആൾക്കാരുടെ ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ അങ്ങനെ അത് ആലോചിച്ച് ചെയ്യാറുണ്ട്. ഈ പാട്ടിന്റെ പിന്നിലെ കഥ? ഈ പാട്ടിന്റെ പിന്നിൽ വലിയൊരു കഥയില്ല. ഇല്ലേ പറയാൻ? എന്തെങ്കിലും ഒരു കഥ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ഇത് ഒരുപാട് പേര് പാടിയ ഒരു പാട്ടാണ്. അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞു അടിപൊളി പാട്ടാണ്. ഇന്ന് പെണ്ണിന് സിന്ദൂര നാള് നിറഞ്ഞുള്ള, അതിന്റെ ലിറിക്സ് എനിക്ക് വേണം, ഞാൻ എടുത്തോട്ടെ. ലിറിക്സ് എടുത്തോ. ഈ പാട്ട് 4 വരിയാണ്. അടുത്ത പാട്ട് നമുക്ക് 6 ലൈൻ 8 ലൈൻ. അത് കുഴപ്പമില്ല, കാരണം ഈ പാട്ടിനകത്ത് ഒരുപാട് കോറസ് ആണ്. അപ്പൊ നമുക്കുള്ള പോർഷൻസ് കുറവായിരുന്നു. അപ്പൊ കാരണം എല്ലാരും കൂടെ പാടുന്നതല്ലേ. അപ്പൊ കാവ്യയുടെ ഡാൻസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് അപ്പൊ ഞാൻ പാടിയത്. ഇന്ന് പെണ്ണിന് സിന്ദൂര നാള്, മനസ്സെല്ലാം വിളമ്പുന്ന നാള്, ചമഞ്ഞെല്ലാരും ചേരുന്ന നാള്, നിറഞ്ഞുല്ലാസ പൂവിന്റെ ഉള്ളാകെ തുള്ളി തുള്ളി നട്ടൊരു മുറമേട്
അങ്ങനെ പോകും. ആ അപ്പം അത് ആ വെച്ച കുറച്ച് പോർഷൻസേ ഉള്ളൂ. ആ പാടിയ പോർഷൻസ് നമുക്ക് ഓർമ്മയുണ്ടാവും. ഓ ഓക്കെ ഓക്കെ. ഞാൻ ഈ പാട്ട് ഇതുവരെ സ്റ്റേജിൽ അതിന് ശേഷം ഒന്നും പാടിയിട്ടില്ല. ഓ അപ്പം ഇത് ആ മൂവിയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി. ഞാനത് ഇനി പാടണം. ആ ഇത് പാടാൻ പറ്റുന്ന പാട്ടാണല്ലോ അല്ലേ? ആ ഒരു സെലിബ്രേഷൻ, ഒരു ഹാപ്പി മൂഡും ഒക്കെ ഉള്ള ഒരു പാട്ട് തന്നെയാണല്ലോ. ഓക്കെ. പാടിയ മിക്ക പാട്ടുകളും തന്നെ സ്റ്റേജ് ഷോസ് വരുമ്പോ പാടാൻ പറ്റുന്ന ടൈപ്പ് അല്ലേ കൂടുതലും? അല്ലേ? അത് ഐ ഫീൽ ഐ വാസ് റിയലി ലക്കി, ബ്ലെസ്ഡ്. ആ സ്വന്തം പാട്ടപ്പോ ഏത് സ്റ്റേജ് ഷോയിൽ പോയാലും പാടാൻ ലിസ്റ്റിൽ കുറെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സെക്കൻഡ്. ആദ്യം നേരെ പാട്ടിലേക്ക് പോട്ടെ. എടുത്തോണ്ട് തന്നെ ഒരു ഓറഞ്ച് എടുത്തോളൂ. ഏതാ ഫേവറേറ്റ് കളർ? ഫേവറേറ്റ് കളർ അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാ കളറും ഇഷ്ടം. ഞങ്ങളുടെ അതിനകത്ത് മഞ്ഞ ഓറഞ്ചും ഉള്ളെന്ന് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, എല്ലാ കളറും. ഇനി ഓണം വരുമല്ലേ, അതുകൊണ്ട് ഓണത്തിന് വരുന്ന കളർ, പൂക്കളുടെ കളർ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഈ 2 കളർ കോമ്പിനേഷനിലാക്കിയതാ. വീണടത്ത് ഉരുണ്ട് കളിക്കും. എന്തിനെന്നറിയില്ല, നിങ്ങൾ വളരെ റെയർ സോങ്സ് ആണല്ലോ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത്. ആ ഇത്ര മഞ്ജരി അധികം പാടി കേൾക്കാത്ത പാട്ട്, എന്ന് ഇത് ഇങ്ങനെയെങ്കിലും ഒന്ന് ആൾക്കാർ പാടി കേക്കട്ടെ എന്ന് വിചാരിച്ചു. വീണ്ടും വീണ്ടും ഞാൻ ലിറിക്സ് എടുക്കണം. നോക്കിക്കോ, ലിറിക്സ് നോക്കി പഠിക്കും. ഇത് പി ജയചന്ദ്രൻ സാറിന്റെ കൂടെ പാടാൻ കിട്ടിയ ഒരു പാട്ടാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ വളരെ കുറച്ച് പാട്ടുകളെ. അപ്പൊ ഇതാണ് ആദ്യമായിട്ട് പാടുന്നത് അദ്ദേഹത്തിന്റെ കൂടെ? അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് പാടുന്നത്. ആണോ? ഈ പാട്ട്. അപ്പം അദ്ദേഹത്തിന്റെ നമ്മളൊക്കെ വലിയ ഫാൻസ് ആണ് ആ സമയത്ത്. എത്ര പാട്ടുകൾ അദ്ദേഹം ആസ് എ ഹ്യൂമൻ ബീങ് ഓൾസോ ഒരു നല്ലൊരു മനുഷ്യനാണ്. നമ്മൾ സംസാരിക്കുമ്പോഴായാലും പുതിയ പാടുന്ന ആൾക്കാരാണ്, അവർക്കൊക്കെ ഒരു പ്രോത്സാഹനം കൂടി കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് എന്തിനെന്നറിയില്ല, എങ്ങിനെന്നറിയില്ല, എപ്പോഴോ നിന്നെ എനിക്കിഷ്ടമായി, എന്നാണെന്നറിയില്ല, എവിടെയെന്നറിയില്ല, എന്നിലെ എന്നെ നീ തടവിലാക്കി, എല്ലാം സ്വന്തമാക്കി, നീ സ്വന്തമാക്കി, എന്തിനെന്നറിയില്ല, എങ്ങിനെന്നറിയില്ല, എപ്പോഴോ നിന്നെ എനിക്കിഷ്ടമായി, ഇഷ്ടമായി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. വരികള് എന്ത് രസ വരികള്. വീട്ടിലെപ്പോഴും പാടാറുണ്ടോ ഈ പാട്ട്? ഞാൻ അങ്ങനെ വീട്ടിൽ എപ്പോഴും പാടാറില്ല. ആരെ കാണുമ്പോഴായിരിക്കും പാട്ട് പാടുന്നത്? അപ്പൊ അല്ല, അതിപ്പോ ഈ പറഞ്ഞ പോലെ ഓരോ മൂഡ് അനുസരിച്ച്. ശരിക്കും ഇപ്പൊ ചില മഴയാണെങ്കിൽ നമുക്ക് മഴയുടെ പാട്ടുകളോ മഴയത്ത് ഇങ്ങനെ ഇരുന്ന് പാടാൻ തോന്നും. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ആണോ ഇങ്ങനെയാണ് ഡാൻസും. അതാണ് വീട്ടിലും അവസ്ഥ. നാടൻ കൊലമല്ലുമിനാട്ടി. ഈ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാ അത്. ആണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൂടെയുള്ള ആൾക്കാരെ വിചാരിക്കും ഇതെന്ത് ഇതന്നെ ഇട്ടോണ്ടിരിക്കുന്ന ലൂപ്പില്. ഞാൻ ഒരു 10-20 പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കേൾക്കും. ട്രാവൽ ചെയ്യുമ്പോ എനിക്ക് കേൾക്കാൻ ഇഷ്ടം. ഓക്കെ. ഒരു ഇടിയും. അപ്പൊ എപ്പോഴും എന്താ പറയാ, ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഈ ഒരു കാറ്റഗറിയിലുള്ള ഗാനങ്ങളാണ്. അപ്പോ അതെ, ബീറ്റുള്ള സംഭവമാണ് കൂടുതൽ ഇഷ്ടം. ഡാൻസ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അത് വീട്ടിലിരുന്നിട്ട് വെറുതെ കണ്ണാടിയൊക്കെ നോക്കും, ഫാസ്റ്റ് പാട്ടുകൾ ഇടും, ഡാൻസ് കളിക്കും. പക്ഷെ മഞ്ജരി സ്റ്റേജ് ഷോസിൽ വരുമ്പം ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പം ഡാൻസ് മൂവ്മെന്റ്സ് അധികം അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇത്തരത്തിലുള്ള പാട്ടുകൾ കുറവേ പാടാറുള്ളൂ സ്റ്റേജിൽ. പക്ഷെ നമ്മൾ ഒരുപാട് ഡാൻസ് ചെയ്തിട്ട് വോക്കൽ കോർഡ്സിന് കുറച്ച് പ്രശ്നം വരും. ഒരുപാട് പാടാനല്ലേ കൂടുതൽ താല്പര്യം. അപ്പൊ ചെറിയ സ്റ്റെപ്സ് ഓക്കെയാണ്. പക്ഷെ ഒരുപാട് നമ്മള് ഹെവി ഇത് വരുമ്പോഴത്തേക്ക് പാടുമ്പോ കൂടുതൽ ആടി പോകുമ്പോഴത്തേക്ക് ഇതിന് വല്ലാത്ത ഒരു സ്ട്രെയിൻ ആണ്. ഓക്കെ, നമുക്ക് അപ്പൊ പാടുമ്പോൾ തോന്നില്ല. പക്ഷെ ഭാവിയില് പാടുന്തോറും അതിനിങ്ങനെ സ്ട്രെയിൻ കൊടുത്തോണ്ടേയിരിക്കും. ഓക്കെ. ഇനി ഈ പാട്ടിന്റെ പിന്നിൽ എന്തെങ്കിലും അറിയാത്ത ഇത് എം ജയചന്ദ്രൻ സാറിന്റെ സംഗീതത്തിലുള്ള ഈ പാട്ട്, ഇതൊക്കെ ഈസ്റ്റ് കോസ്റ്റ് ആൽബംസിലൊക്കെ മുന്നേ വന്ന പാട്ട്. അപ്പൊ ഇത് രണ്ടാമത് ഇത് ചെയ്യുമ്പോ ഇത് പാടി, എനിക്ക് അറിയില്ല ഇത് ഏതാ പടം ഏതാന്നൊന്നും അറിയില്ല. അപ്പൊ മൈ ബോസ് എന്ന് പറഞ്ഞ പടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ദിലീപേട്ടൻ, മമത, അപ്പൊ കംപ്ലീറ്റ് കോമഡി പടായിരുന്നു ആണെന്ന് അറിയാം. ഇപ്പൊ ഈ പാട്ട് ഇത് എവിടെയായിരിക്കും എന്നൊരു ആലോചിച്ച് എത്തും പിടികിട്ടില്ല. പക്ഷെ നല്ലൊരു സിറ്റുവേഷൻ, നല്ല സമയത്ത് ഈ ഒരു പാട്ട് വരുന്നു.
അപ്പം ദിലീപേട്ടന്റെ പ്രോജക്ട്സിലും ഞാൻ കുറച്ചേ പാടിയിട്ടുള്ളൂ, കാരണം കോമഡി ആയിട്ടുള്ള മൂവീസിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ മൈ ബോസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റില് വന്നപ്പോഴത്തേക്ക് ഐ വാസ് വെരി ഹാപ്പി. നല്ലൊരു പാട്ട്. ഇതിലും ഈ പറഞ്ഞ പോലെ അവര് ലിപ്പ് ചെയ്യുന്നില്ല അധികമൊന്നും, പക്ഷെ ഇത് നേരത്തെ ഓർമ്മയ്ക്കായോ നിനക്കായോ അങ്ങനെ ഒരു സീരീസ് അവര് അതിനകത്ത് അങ്ങനെ വന്ന പാട്ടിലെ ഒന്നാണ്. അന്ന് ഹിറ്റായ പാട്ടായിരുന്നു ഇത്, ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ എടുത്തതാണ് ഈ സിനിമയിലേക്ക്. അതെന്താന്ന് വെച്ചാല് ഹിറ്റായി ഓൾറെഡി വന്നൊരു പാട്ട് വീണ്ടും എടുത്ത് വേറൊരാള് പാടുമ്പോ നമുക്കൊരു ഉത്തരവാദിത്വം കൂടുതൽ. നന്നായിട്ട് ശരിക്കും ഒരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അല്ലെ ശരിക്കും. അപ്പൊ ആ ഒരു ഇത് നമുക്കറിയാം അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്നുള്ളത്. എന്നാൽ സിനിമയിലൊന്നും വന്നവരല്ല, ആൽബത്തിലൂടെ വന്ന പാട്ടിൽ അത്രയും റീച്ച് വന്നപ്പോ അപ്പോ ഈ ഒരു പാട്ട് എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാ മഞ്ജരി ആ ഒരു മെന്റലി സ്ട്രോങ് ആയതെങ്ങനെ? ഇതിപ്പം എം ജയചന്ദ്രൻ സാറിന്റെ അദ്ദേഹത്തിന്റെ ഒരു ക്രെഡിറ്റ് ആണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനാണ് ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പോകുന്നത്. കാരണം അദ്ദേഹത്തിന് എന്താണ് ഒരു സിംഗറിന്റെ അടുത്ത് നിന്ന് വേണ്ടത് എന്ന് അറിയാം. അപ്പൊ എങ്ങനെയാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്, എന്താണ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത് പാട്ടിലൂടെ, അത് അദ്ദേഹം പുറത്ത് കൊണ്ടുവന്നിരിക്കും. ഓക്കെ. അപ്പം കുട്ടൻചേട്ടൻ വിളിക്കുമ്പോൾ നമുക്ക് ധൈര്യമാണ്, പോയി പാടി എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ. പിന്നെ പി ജയചന്ദ്രന്റെ കൂടെ ആദ്യമായിട്ട് പാടിയെന്ന് പറയണു അദ്ദേഹത്തിന്റെ കൂടെ ഈ പാട്ട്. ഇത് നിങ്ങൾ സിനിമയിൽ ആദ്യമായിട്ട്? മനസ്സിലായി. അതിന് മുന്നേ പ്രോഗ്രാംസ് ഒക്കെ പാടിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ, സ്റ്റേജ് ഷോസിലൊക്കെ. ആദ്യം പാടുന്നത് ഒന്നിനെ ശ്രുതി താഴ്ത്തി അദ്ദേഹത്തിന്റെ ഹിറ്റ് പാട്ട് പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ. അപ്പൊ ഇതന്ന് ഞാൻ കൊച്ചു കുട്ടിയാ. അപ്പൊ സ്റ്റേജിൽ പാടി, അദ്ദേഹം വന്ന് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ വോയിസിൽ ആ പാട്ട് കേൾക്കണമെന്നുണ്ടായിരുന്നു ഞാൻ പാടി കഴിഞ്ഞപ്പോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പാട്ട് ഒരാള് ഇപ്പൊ പാടിയതല്ലേ ഉള്ളൂ, അത് ആ കുട്ടി പാടി, ഇനി അത് ഞാൻ പാടേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല എന്നും കൂടിയാണ് അദ്ദേഹം അതിൽ നിന്നൊരു വലിയൊരു മെസ്സേജ് കൊടുത്തത്. അത് ശരിക്കും നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അവിടെ ചില സമയത്ത് ഇയാൾ പാടി, ഇനിയിപ്പം ഈ ഒറിജിനൽ പാടിയ ആള് പാടട്ടെ എന്ന് പറയുമ്പോൾ നമ്മള് മറ്റേ ആൾക്കൊരു വിഷമം വേണ്ട ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് ഇനി അടുത്ത പാട്ടിലേക്ക് പോകാം. ഇപ്പൊ പാടിയ പാട്ടുകൾ ഇതിലുണ്ടെങ്കിൽ അത് വീണ്ടും വേറെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ കഥകൾ മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ പിന്നിലെ താമരക്കുരുവിക്ക് തട്ടമിട. ഞാൻ ഒരുപാട് വലിയൊരു ഫാൻ, ഒരു ആക്ടറിന്റെ ഒരു വലിയ ഫാനാണ് മീരയുടെ. രജനികാന്ത്. ഓ, രജനി ഫാനാണ് ഞാൻ. ഫസ്റ്റ് ഷോന് പോകുന്ന ആളാ. ആണോ? പിന്നെ ഞാൻ ഇരുന്ന് കൈ അടിച്ച് നിലവിളിച്ച് ഒക്കെ ഭയങ്കര എന്താ പറയാ, അങ്ങനത്തെ ഒരു ഫാനാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ താമരക്കുരുവി പാടുന്ന ദിവസമാണ് രജനീകാന്ത് സാറിന്റെ വീട്ടില് കല്യാണം, മകളുടെ കല്യാണം. അപ്പൊ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോ രാജാ സാർ അവിടെ ഇല്ല, സാറ് കല്യാണത്തിന് പോയി. സാറിന്റെ അസിസ്റ്റന്റ് സുന്ദരാജൻ സാർ, അദ്ദേഹമാണ് ഈ പാട്ട് പാടി. അപ്പൊ പാടിയൊക്കെ കഴിഞ്ഞ് രാജാ സാർ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് സാറ് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം കൂടെ എനിക്ക് സന്തോഷം. രജനീകാന്തിന്റെ കല്യാണം ഇവിടെ രജനി സാറിന്റെ ഒരു വലിയൊരു ഫാനാണ്. എനിക്ക് താമരക്കുരുവി എന്ന് പറയുമ്പോ ആദ്യം പാട്ടിനെക്കാട്ടിലും അവിടുത്തെ കല്യാണമാണ് എനിക്ക് ഓർമ്മ. അവര് മറന്നാലും മഞ്ജരി ആ ഡേറ്റും ഡേ ഒന്നും മറക്കില്ല അല്ലേ? അതെ. പിന്നെ മാപ്പിളപ്പാട്ട് സിനിമയില് ഫസ്റ്റ് ആയിട്ട് ഞാൻ പാടുന്ന മാപ്പിളപ്പാട്ട് താമരക്കുരുവിയ. അപ്പൊ ഇതും ആ ഒരു മീര ജാസ്മിൻ ആണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എനിക്ക് വലിയ പരിചയമില്ല, എങ്ങനെയാണ് അവരുടെ ഒരു സ്റ്റൈലൊന്നും അറിയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആദ്യമായിട്ട് എന്റെ സ്ക്രീനിൽ ഞാൻ കാണുന്ന പാട്ട് താമരക്കുരുവിയ. ഒരു ചിരി കണ്ടാലൊക്കെ അതിന് ശേഷം ഇറങ്ങുന്നത്. അതെ, ശരിയാണ്. പബ്ലിക് ജനങ്ങൾ മഞ്ജരി എന്നുള്ളൊരു ഗായകനെ ആദ്യം കാണുന്നത് ഈ അച്ചുവിന്റെ അമ്മയിലെ ഇതിലോടുകൂടിയാണല്ലോ. അതെ. അപ്പൊ ഇത് പാടാൻ ചെന്ന സമയത്ത് ഹാപ്പി ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞ് പോയി പാടി ഒക്കെ വന്ന് കണ്ണ് നിറഞ്ഞതായിരുന്നു ശരിക്കും ഇതിന്റെ വിഷ്വൽസ് വന്നപ്പോഴത്തേക്ക്. ആ ബ്ലൂ ചുരിദാറിൽ ഇങ്ങനെ മീര ജാസ്മിൻ ആ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ തിരിയുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഒരു സന്തോഷം എന്നുവെച്ചാൽ ആദ്യമായിട്ട് അങ്ങനെ എന്റെ വോയിസ് മീൻസ് ഇതില് വെള്ളിത്തിരയിൽ വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷം, അത് ഇത്രയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സന്തോഷം ശരിക്കും. പിന്നെ എല്ലാരും പണ്ടൊരു ജൂക്ക് ബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതെ, ജൂക്ക് ബോക്സില് ആദ്യമായിട്ട് ഇറങ്ങുന്ന പാട്ടല്ലേ, അത് വിളിച്ച് അത്
പ്ലേ ചെയ്യും. എനിക്ക് ആ ഒരു കാലൊക്കെ എനിക്ക് വലിയ ഓർമ്മയുണ്ട്. വെച്ചാല് ഒരു രസം, നമ്മൾ ആദ്യം പാടിയൊരു പാട്ട് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ മീര ജാസ്മിനെ. അന്ന് യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ, ടിവിയിൽ വരണം അല്ലെങ്കിൽ സിനിമയിലല്ലേ ഉള്ളൂ. അപ്പൊ ഇതിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ടുള്ള ഒരു താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന്റെ കമ്മലിട്, അരിമുല്ല കഴുത്തിൽ ഗേലസിട്, സുറുമ കണ്ണിണയിൽ സൂര്യനിട്, വരണുണ്ടേ വിമാന ചിറയിൽ സുൽത്താൻമാർ ഒത്തൊരുമിച്ചിരിക്കാൻ, ആരാണാ ബേബി ഇതിലാരാണാ ഹൂറി, ആരാണാ ബേബി ഇതിലാരാണാ ഹൂറി, താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന്റെ കമ്മലിട്, അരിമുല്ല കഴുത്തിൽ ഏലസിട്, സുറുമ കണ്ണിണയിൽ സൂര്യനിട്. ഇതിന്റെ ഏതെങ്കിലും പാട്ട് പാടി കഴിഞ്ഞിട്ട് ഇത് അവര് ഷൂട്ട് ചെയ്യുമല്ലോ, വിഷ്വൽ എടുക്കുന്ന സമയത്ത് എവിടെ ഏതിനെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരേക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു വല്ലാത്തൊരു ഫീൽ അല്ലേ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സ് നമ്മുടെ പാട്ടിന്റെ ഇങ്ങനെ അവരിങ്ങനെ ചെയ്യാതെ നമ്മൾ ലൈവായിട്ട് ഷൂട്ട് ചെയ്യുന്നത് കാണാൻ പറ്റാന്നൊക്കെ ആ ഒരു ആഗ്രഹം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഓക്കേ. അപ്പൊ ഇതിലെന്താ വെച്ചാൽ ഇതിൽ ഒരു പാട്ട് കൂടെ പാടി, ശ്വാസത്തിൻ താളം തെന്നലറിയുമോ പൂന്തെന്നലറിയുമോ. ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല. അപ്പൊ ഇത് ദാസങ്കളുമായിട്ടുള്ള ഡ്യുവറ്റ്, അതാണ് ദാസങ്കളുമായിട്ടുള്ള എന്റെ ഫസ്റ്റ് സിനിമയിലെ ഡ്യുവറ്റ്. അപ്പൊ ഇത് സാറ് പറഞ്ഞു ഇത് ഫീൽ ഇപ്പിടിയല്ല എന്ന് പറഞ്ഞ് 4-5 പ്രാവശ്യം ഇത് പാടി. പിന്നെ സാർ അപ്പുറത്ത് പോയി പാടിക്കോന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം തിരിച്ചു വന്നപ്പോഴേ ഇതമാതിരി ഇല്ലേ, അപ്പൊ ആരും പറഞ്ഞു തരുന്നില്ല എന്ത് ഉദ്ദേശിക്കുന്നതെന്നുള്ള. അപ്പൊ അവരിങ്ങനെ സ്റ്റുഡിയോയിലെ അവസാന എഞ്ചിനീയർ ബൂത്തിലേക്ക് വന്നു, ഇത് സോങ് വന്ന് ரொம்ப സീക്രട്ട് മാതിരി പാടണം. ഞാൻ ഇത് സീക്രട്ട് ആയിട്ട് ഇത് എങ്ങനെയാ പാടാം, ശബ്ദം പുറത്തു വരരുത് ഇങ്ങനെയാ, ശ്വാസത്തിൻ താളം തെന്നലറിയുമോ, ഇപ്പൊ തെന്നൽ എന്ന് പറയുമ്പോ ഇല്ല അത് വരരുത്, തെന്നലറിയുമോ തെന്നലറിയുമോ പാട്ട് കേട്ടാ മനസ്സിലാവും. അപ്പൊ ദാസങ്കളുടെ ശബ്ദവും അതുപോലെയാ. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്തൊരു, പിന്നെ അത് പറഞ്ഞ ശരിയായി എന്നാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു സംഭവം വെച്ചാൽ രാജാ സാറ് പാടി തന്നു എനിക്ക് ഫുൾ റെക്കോർഡ് ചെയ്തു. ഇത് കേട്ട് പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഗിരീഷ് ഏട്ടൻ പറഞ്ഞത്, ഹോ എന്ത് മുജ്ജന്മ പുണ്യം ചെയ്തതാ, രാജാ സാറ് ട്രാക്ക് പാടി തന്നിരിക്കുന്നു എന്നൊക്കെ. ഞാൻ ദൈവമേ സാറ് ഈ പാട്ട് പാടിച്ചല്ലോ എന്നുള്ളതാ, അല്ലെങ്കിൽ ഫീല് ശരിയായില്ല എന്നുള്ള ദേഷ്യം വന്നിട്ട് പോയാൽ നമുക്ക് വിഷമല്ലേ. സാറ് മാക്സിമം അത്രയും സാറ് നമുക്കൊരു പുതിയ ആൾക്കാരാണെങ്കിൽ ഒരു സ്നേഹവും പാടിക്കോ എന്ന് പറഞ്ഞാല് ഒരു സപ്പോർട്ട് തരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചീത്തയും പറയും. ഏറ്റവും കൂടുതൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ടേക്ക് എടുത്ത് പാടിയ പാട്ട് ഏതായിരിക്കും? ഇത് തന്നെയായിരിക്കും. ഇത് പാടുന്നതിന്റെ പ്രശ്നമായിരുന്നില്ല, ഇത് അവരുദ്ദേശിക്കുന്ന ഒരു ഫീല്. പിന്നെ അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അടുത്ത ചീട്ട്. ഞാൻ തത്തയോ? പിന്നെ പച്ച ഉടുപ്പോടെ ഇട്ടിരുന്നെങ്കിൽ ചുവന്ന ലിപ്സ്റ്റിക്കും. അതെ. ഓ, കടലോളം വാത്സല്യം, അച്ഛനെ കുറിച്ചുള്ള ഒരു പാട്ട്. അപ്പം ഇത് മിന്നാമിന്നി കൂട്ടം എന്ന് പറഞ്ഞ ചിത്രത്തില് കമൽ സാറിന്റെ പ്രോജക്റ്റില് വിജിബാലിന്റെ അദ്ദേഹത്തിന്റെ സംഗീതത്തിലാണ് ഇത് പാടുന്നത്. അപ്പൊ ബിജിബാൽ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ പാടുന്നത് ആദ്യം നസ്രാണി എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, ജോഷി സാറിന്റെ പടം. ഈറൻ മേഘമേ കോടമഞ്ഞൻ മന്ത്രകോടി നീ മെനഞ്ഞതോ, ഷാരോൺ തീരമേ തേനടയും വീഞ്ഞുമായി വന്നണഞ്ഞിത, ചാരുനീൾമിഴിയിൽ മൈയെഴുതും നീലയാമിനി. ഇങ്ങനെ ഒരു നല്ലൊരു മെലഡി പാട്ട്. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പാടുന്ന പാട്ടാണ് കടലോളം വാത്സല്യം. ഇമോഷൻ, വല്ലാത്തൊരു ഇമോഷനുള്ള, അച്ഛനെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, അതും മീര ജാസ്മിൻ. അപ്പൊ അത് വീണ്ടും മീര എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇത് ഇമോഷണൽ സാധനല്ലേ. അപ്പൊ അങ്ങനെ പാടിയ ഒരു പാട്ടായിരുന്നു അത്. ഓരോ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടെന്ന് പറയാൻ അങ്ങനെ ഒന്ന് എടുക്കാൻ പറ്റുമോ? മഞ്ജരി തന്നെ പാടിയ പാട്ടിൽ ഏറ്റവും ഫേവറേറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒരുപാടെണ്ണം തീർച്ചയായിട്ടും അല്ലേ. എല്ലാത്തിനും ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സ്റ്റോറി ഉണ്ടാവും.
അപ്പൊ എല്ലാത്തിന്റെയും പുറകില് നമുക്കൊരു ഓർമ്മയുണ്ടാവും. അപ്പൊ അതിൽ ഏത് ഓർമ്മയാണ് ഏറ്റവും നല്ലതെന്ന് അത് കുറച്ച് തെരഞ്ഞെടുക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. പാടായിരിക്കും. എന്നാലും ഇത്രയും നല്ല പാട്ടുകളിൽ ഏതൊരു പാട്ടിൽ നോക്കിയാലും മനസ്സിനോട് നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വരികൾ ഉണ്ടാവും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു, അല്ലേ? വരികൾ അതൊരു പക്ഷെ വരികൾ നമ്മളുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വരികൾ എന്ന് പറയണത് നമ്മള് അങ്ങനെ ഒന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. വരികൾ ഓർത്ത് അങ്ങനെ വരികൾ അല്ല അങ്ങനെ അല്ല അങ്ങനെ എനിക്കത് ഒരു പെർട്ടിക്കുലർ സോങ് മാത്രമായിട്ട് അങ്ങനെ മനസ്സിൽ ഓർത്ത് വെച്ചിട്ടില്ല, അല്ലെ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ചോദിച്ചപ്പോ പെട്ടെന്ന് അത് ആൻസർ അതിന്റെ വന്നേനെ. കേട്ടു പോകുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അല്ലേ, പക്ഷെ വരികളിൽ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് പണ്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പാടാൻ. എനിക്കൊരു അക്ഷരം വരില്ലായിരുന്നു. ഏതക്ഷരം? ആ അക്ഷരം സാ എന്ന് പറഞ്ഞ അക്ഷരമാണ്. അപ്പൊ ഞാൻ ഈ അറബി പ്രവാസിയായി ജീവിച്ച് അറബിയൊക്കെ സംസാരിക്കുമ്പോ ഫ ഇങ്ങനത്തെ ഒരു അക്ഷരം ഉണ്ടായില്ല, സാ സാ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അപ്പൊ അതിങ്ങനെ പറഞ്ഞു. പിന്നെ ഇംഗ്ലീഷ് ഒക്കെ പറയുമ്പോഴത്തേക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു നമ്മുടെ യൂഷ്വൽ സാ അങ്ങ് മാറിപ്പോയി എന്റെ. അപ്പൊ എനിക്ക് ഈ സാ പറയാൻ വളരെ ബുദ്ധിമുട്ടായി. അപ്പൊ അതിന് ഒരു ലിസ്പ് എന്നാണ് അതിന്റെ പറയുന്നത്. ലിസ്പ് വന്നു എനിക്ക്. അപ്പൊ ഞാൻ ഒരു ചിരി കണ്ടാലാണ് ആദ്യം പാടാൻ ചെല്ലുന്ന പാട്ട്. ദൈവമേ, ഇതില് സാ വരല്ലേ എന്ന് ആലോചിച്ചു നോക്കുമ്പോ സൂര്യന് പകരം വരെ അവിടെ ചൂര്യനാ. ദൈവത്തിന്റെ ഒരു കളി ആലോചിച്ചു. ചൂര്യൻ എന്നായി. ആ പാട്ടിൽ ഒരൊറ്റ സാ ഇല്ല. ഞാൻ ഈശ്വര ഇങ്ങനെയുണ്ടോ. അത് പാടി ഒരു ടെൻഷൻ ഇല്ലാണ്ട് പാടി. അപ്പൊ ഈ സാ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഏത് പാട്ട് പാടാൻ ചെല്ലുമ്പോഴും ഉള്ളിലുള്ള ഒരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ എനിക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. ഞാൻ പിന്നെ വായി നോക്കിയായി. ഞാൻ എല്ലാരെയും വായിൽ നോക്കും, ഇവരെങ്ങനെയാ സാ പറയുന്നതെന്ന്. അപ്പം അങ്ങനെ നോക്കി ഒന്നും പിടികിട്ടുന്നില്ല. ഞാനൊരു സ്പീച്ച് ശരിയാക്കുന്ന ഒരാളുടെ അടുത്ത് പോയി, ഒരു ലേഡി, ഒരു ഡോക്ടർ. അപ്പൊ അവരെങ്ങനെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, പ്ലേസ്മെന്റ്, നാവിന്റെ പ്ലേസ്മെന്റ് പറഞ്ഞു തന്നു എനിക്ക്. അങ്ങനെയാണ് സാ ശരിയാവുന്നത്. അപ്പൊ ആ സമയത്ത് അതൊന്നും വലുതായിട്ട് മനസ്സിലാവില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉള്ളില് എന്തെങ്കിലും ഒരു ഭയം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഈ അക്ഷരമായിരുന്നു എനിക്കൊരു പ്രശ്നമായി തോന്നിയത്. പക്ഷെ അത് കറക്റ്റ് ചെയ്തത് കൊണ്ട് പിന്നെ അത് ബാധിച്ചില്ല, പാട്ടുകളൊന്നും ബാധിച്ചില്ല. പക്ഷെ എന്നാലും ഉള്ളില് നമുക്ക് കറക്ഷൻ ചെയ്യാമായിരുന്നല്ലോ എന്നുള്ളൊരിത്. ഓക്കെ, അടുത്ത പാട്ടിലേക്ക്. അടുത്ത പാട്ട് ആറ്റിൻകരയോരത്ത്. ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു, കാറ്റേ കാറ്റേ വരുമോ, മാരിവില്ലുമേഞ്ഞൊരു മൺകുടിലിൻ ജാലകം മെല്ലെ മെല്ലെ തുറന്നോ, കാണാതെ കാണാൻ എന്ത് മോഹം, കാണുമ്പോഴുള്ളിനുള്ളിൽ നാണം, മിണ്ടാത്ത ചുണ്ടിൽ നിന്റെ പാട്ടിൻ ഈണം, ആറ്റിൻകര. ഇതും മീരയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ? കൂടുതലും മീരയുടെയാണ് കൂടുതലും മീരയ്ക്കാ പാടിയിരിക്കുന്നത്. ഈ ഓരോ പാട്ടുകളും കേൾക്കുമ്പോ ഉണ്ടല്ലോ, എനിക്ക് ആ പാട്ടിന്റെ മ്യൂസിക്കിനോടൊപ്പം തന്നെ ശരിക്കും ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നല്ല നല്ല വരികൾ കോർത്തിണക്കിയ പാട്ടുകളാണ് മഞ്ജരി പാടിയിരിക്കുന്നതെല്ലാം. ഒരു കുറേ പാട്ടുകളൊക്കെ ഗിരീഷേട്ടന്റെ പാട്ടുകളാണ്. ഉണ്ട്. കൂടുതലും ഗിരീഷേട്ടന്റെ ആണോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെ പറയാൻ പറ്റും തോന്നില്ല. കാരണം എല്ലാവരുടെ ഈക്വൽ ആയിട്ട് പാടിയിട്ടുണ്ട്. ആ ഒരു അവരുടെ കൂടെ ആ ഗിരീഷേട്ടന്റെ വരികള്, കൈതപ്രം സാറിന്റെ വരികള്, അവരുടെ ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന്. കൈതപ്രം സാർ എന്താന്ന് വെച്ചാൽ അദ്ദേഹം മ്യൂസിക്കലി ഒരുപാട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. അപ്പം പാട്ടും അദ്ദേഹത്തിന്റെ മ്യൂസിക്കിലുള്ള ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്, ഭക്തി ഗാനങ്ങള്, ആൽബംസ് ഒക്കെ. അപ്പം സാറിന്റെ കൂടെ എന്ന് വെച്ചാൽ അദ്ദേഹം ഈ പുതിയ ആൾക്കാര് എന്നോട് പറയും പാട്ട് എഴുതി കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ ഭയങ്കര എൻകറേജിങ് ആണ്. അപ്പൊ പാടുമ്പോഴായാലും ചെറിയ സംഗതികളായാലും കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് എൻകറേജ് ചെയ്യും. അപ്പം എനിക്കൊരു ഗുരു, ഒരു അച്ഛൻ സ്ഥാനം അങ്ങനെയാണ് കൈതപ്രം സാറിനെ എപ്പോഴും ഒരു തോന്നാറുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ മുകിലിൻ മകളെ എന്ന് പറഞ്ഞ പാട്ട് അദ്ദേഹം ഇത്രയും മനോഹരമായി എഴുതിയ വരികൾ. അപ്പൊ
എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യം ആണ് ശരിക്കും ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടാൻ കിട്ടി എന്നുള്ളത്. അപ്പം ഓഫ് കോഴ്സ് ലിറിസിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഓൾറെഡി ഇപ്പൊ ഗിരീഷ് ചേട്ടനൊക്കെ സംഗീതം ഉള്ളിലുണ്ട്. അപ്പൊ അവർ എഴുതുമ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം ഇന്ന പാട്ട് നീ വരി ഓക്കെ ആണ്, കാരണം അവര് പാടിക്കൊണ്ടാ എഴുതുന്നത്. അപ്പൊ നമ്മൾക്ക് അവര് ലിറിക്സ് തരുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് പാടാൻ. ശരത്തേട്ടനും വയലാർ ശരത് ചന്ദ്രവർമ്മ അദ്ദേഹം ഇതേപോലെ എന്തെങ്കിലും അദ്ദേഹം ചോദിക്കും, ഇതിൽ എന്തെങ്കിലും കംഫർട്ടബിൾ അല്ലാതെ തോന്നുന്നുണ്ടോ, മാറ്റി എഴുതണം എന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതെ, അങ്ങനത്തെ ഒരു അത്രയും കംഫർട്ട് ലെവൽ അവരൊക്കെ തരും. ശരി, ഇനി അടുത്തതിലേക്ക്. ഉടുരാജമുഖി ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ റാമ്പ് വാക്കിലും ആൾക്കാര് ഒരുപാട് ഡാൻസ് ഒക്കെ ചെയ്യുന്ന പാട്ടാ. ഉടുരാജമുഖി മൃഗരാജ കടി ഗജരാജ വിരാജിത മന്ദഗതി, അങ്ങനെ ഒരു ഫ്യൂഷൻ സ്റ്റൈലിൽ ചെയ്ത പാട്ട്. അപ്പം ആ സമയത്ത് ഞാൻ കൂടുതലും പാടിക്കൊണ്ടിരുന്നത് ഈ കുറച്ച് ക്ലാസിക്കൽ അല്ലെങ്കിൽ ഹെവി മെലഡി അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ ഇതെനിക്ക് വളരെ വെറൈറ്റി ആയിട്ട് കിട്ടിയ ഒരു പാട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഓർക്കസ്ട്രേഷൻ ഒക്കെ വെച്ച് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാട്ട്. അപ്പൊ അത് കണ്ടപ്പോഴും എനിക്കൊരു ഡിഫറൻസ് ആയിരുന്നു. നമുക്ക് ഓക്കെ, ഇങ്ങനത്തെ ഒരു പാട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തു എന്നുള്ളൊരു സന്തോഷവും അതിനൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു കാണുമ്പോ. അപ്പം അതാണ്, അത് ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നു എന്നുള്ള. ആ പാട്ടൊന്നും ഞാൻ അധികം വേദികളിൽ പാടിയിട്ടേ ഇല്ല, പക്ഷെ അതിപ്പം ഒരുപാട് പേര് ആ പാട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഇനി അത് വേദികളിൽ പാടാം എന്നുള്ളൊരു ഇതിൽ വെച്ചിരിക്കണം. അപ്പൊ നമ്മളിപ്പോ കുറച്ച് പാട്ടുകളൊക്കെ ഓർമ്മിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ മഞ്ജരിയുടെ തന്നെ സ്റ്റേജ് ഷോസിൽ പെർഫോമൻസിലേക്ക് വരുമ്പോൾ പാടിയിരിക്കുന്നത് ഏത് പാട്ടായിരിക്കും? പാടിയിരിക്കുന്ന പാട്ടുകൾ ഇപ്പം താമരക്കുരുവി, ആറ്റിൻകര, ഒരു ചിരി കണ്ടാൽ, മഴയിൽ രാത്രി മഴയിൽ, മുകിലിൻ മകളെ, കയ്യെത്താ കൊമ്പത്ത്, മുറ്റത്തെ മുല്ലേ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ എല്ലാം ഒന്നും ഓർമ്മ വരുന്നത്. അതിന്റെ കൂടെ ഇനി പാടാൻ ഇത്തരത്തിലുള്ള പാട്ടുകളും കൂടെ ഒക്കെ ഉണ്ട്. ഓർത്തോണം. പിന്നെ എന്തേ കണ്ണന് കറുപ്പ് നിറം, അങ്ങനെ കുറെ പാട്ടുകൾ. എനിക്കിത് ഇഷ്ടപ്പെട്ടു ഈ ചീട്ടെടുക്കൽ. പിണക്കമാണോ എം ജി രാധാകൃഷ്ണൻ സാറിന് വേണ്ടിയിട്ട് പാടിയത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ആദ്യമായിട്ട് പാടുന്ന പാട്ടാണ്, സിനിമയില് പാടുന്ന ഒരു പാട്ട്. അതിന് മുന്നേ അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് ഒരു ലളിതഗാനം ചെയ്തു തന്നിരുന്നു. അപ്പം അതും ഇതുപോലെ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലത്ത് ഇങ്ങനെ ചെന്നു. കൊച്ചുകുട്ടി. അപ്പം രാധാകൃഷ്ണൻ സാറിന്റെ അടുത്ത് എത്തി പാട്ട് പഠിക്കാൻ. അപ്പം അദ്ദേഹം പറഞ്ഞു ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിരുന്ന് പാടിയപ്പോ പറഞ്ഞു ക്ലാസിക്കൽ കുറച്ചുകൂടെ പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം. അപ്പൊ പറഞ്ഞു ഒരു ലളിതഗാനമുണ്ട്, ഒന്ന് പാടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാടാൻ തുടങ്ങുമ്പോൾ എൻ രുദ്രവീണയിൽ പ്രണവ പഞ്ചാമൃതം പകരുമമ്മേ, പാടാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ ഒരു സരസ്വതി ദേവിയെ കുറിച്ചുള്ള ഒരു പാട്ട്. അത് ഗിരീഷ് ഏട്ടനാ എഴുതിയത്. എന്തോ ആണോ? ഓർക്കുന്നുണ്ടല്ലോ പാട്ടൊക്കെ. ഓഫ് കോഴ്സ്. ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ടോ അതൊക്കെ? അതൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടാറില്ല, പക്ഷെ ഇതൊക്കെ ലൈഫിലുള്ള ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. നമുക്ക് കിട്ടുന്ന ഇതൊക്കെ ഒരു ഡയമണ്ട് ആയിട്ടാണ് ഞാൻ ശരിക്കും. അതിനുശേഷമാണ് ഈ പിണക്കമാണോ പാടാൻ ചെല്ലുന്നത്. അപ്പം ശ്രീകുമാർ സാറാണ് ഡ്യൂറ്റ്. അപ്പം മണിയമ്പിള്ള രാജു ചേട്ടനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ചെന്നപ്പം ഇത് കുറച്ച് ഡ്രാമയുള്ള പാട്ടാണ്. ഇത് രവിവർമ്മ ചിത്രം പോലെ കാവ്യമാധവനെ ഇങ്ങനെ ഒരുക്കി. അപ്പം എനിക്ക് കാവ്യക്ക് വേണ്ടി പാടുന്ന ഫസ്റ്റ് പാട്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. മീര ജാസ്മിന് വേണ്ടി പാടി, ഇനി വേറൊരു നായികയ്ക്ക് വേണ്ടിയിട്ട് പാടാലോ എന്നുള്ളൊരു. അപ്പം അങ്ങനെ ഒരു കുസൃതിയുള്ളൊരു പാട്ടായിരുന്നു. പിണക്കമാണോ എന്നോടിണക്കമാണോ, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ, മിടുക്കിപ്രാവിൻ നെഞ്ചിൻ മിടിപ്പ് പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ, കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ, പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ, മാനത്തെ അമ്പിളിയായി നീ ഉദിച്ചിലേ, മാറത്തെ ചന്ദനമായി നീ ഉദിച്ചിലേ, കളമൊഴി വെറുതെയോ കവിളിലെ പരിഭവം. ഇത്ര
നല്ല ഗാനങ്ങളൊക്കെ ശരിക്കും ഇന്നിപ്പം ശരിക്കും മിസ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. ഓ, ഒരു ഗായിക എന്നുള്ള രീതിയിൽ മഞ്ജരി മിസ് ചെയ്യുന്നില്ലേ? ഇത്ര നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഒക്കെ പാടിയിട്ടുള്ള ഒരാൾക്ക് ഇന്നിപ്പം ഞാൻ ആക്ച്വലി സോങ്സ് മിസ് ചെയ്യുന്നു. കാരണം ചില ഇപ്പൊ ഒരു ടൈപ്പ് കാസ്റ്റ് എന്ന് പറയില്ലേ, ഇപ്പൊ ചില മെലഡീസ് മാത്രമേ ഹാൻഡിൽ ചെയ്യുള്ളൂ, ഗസൽസ് പോലത്തെ പാട്ടുകൾ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഞാൻ പാടാൻ ചെല്ലുമ്പോഴേ ചേച്ചി മെലഡി സോങ്സ് അല്ലേ, നല്ല രസമല്ലേ എന്നൊക്കെ പറയാം. നല്ലതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സ് പോലത്തെ സോങ്സും പാടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിക്കും 20 വർഷം മുന്നെയാണ് ഞാൻ ഈ പറയുന്ന കഥകൾ തുടങ്ങുന്നത്. അപ്പൊ എന്റെ 20 years ഓഫ് മ്യൂസിക് കരിയർ ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആലോചിക്കുമ്പോൾ 20 years ബാക്കുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഓർക്കുന്നത്. അപ്പം പുതിയ തലമുറയൊക്കെ മാറി വന്നല്ലോ. അപ്പം ഞാൻ ഐ ലൈക്ക് ഈ ഫാസ്റ്റ് നമ്പേഴ്സും സാധനങ്ങളൊക്കെ എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ തരത്തിലുള്ള പാട്ടുകളും ഇപ്പോഴത്തെ ജനറേഷൻ പാട്ടുകളും ഒരുപാട് മാറി. ശരിക്കും ഭയങ്കര ഒരു എക്സ്ട്രീം ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു പാട്ട് നമ്മൾ ഇപ്പൊ ആദ്യമേ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഞാൻ പാടിയ പാട്ട് മീരയിലൂടെ അല്ലെ കാവ്യയിലൂടെ ഏതായിരിക്കട്ടെ, നായികമാരിലൂടെ അത് കാണാനുള്ള നമ്മൾ തിയേറ്ററിൽ പോയി ബിഗ് സ്ക്രീനിൽ കാണുന്ന ആ ഒരു ക്യൂരിയോസിറ്റി ഇന്നും അത് അങ്ങനെ തന്നെ ഉണ്ടോ? ഇന്നും അത് അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഒരു ആക്ട്രസ് ലിപ്പ് ചെയ്യാന്നുള്ള ഒരു, എനിക്കതൊരു കൗതുകം. ഒരാളതിങ്ങനെ ലിപ്പ് ചെയ്ത് പാടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു എന്നുവെച്ചാൽ നമ്മൾ അവരിലൂടെ പാടുന്നു എന്നുള്ളൊരു ഫീലിംഗ്. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യം. മറ്റേ ബാക്ക്ഗ്രൗണ്ടിലൂടെ പോകുമ്പോൾ പാട്ടുകൾ പോകുമ്പോൾ അതിനേക്കാൾ എന്റെ ഒരു പേഴ്സണൽ അതിനൊരു ഡ്രാമ ഉണ്ടല്ലോ. അപ്പൊ അതെനിക്കിഷ്ടം. ഞാൻ തിയേറ്റേഴ്സിൽ ഇപ്പൊ ഞാൻ ആ സമയത്ത് പാടിയിരുന്ന പാട്ടുകളൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കാണും. എന്ന് വെച്ചാൽ അത് എങ്ങനെയുണ്ട് എന്നുള്ളൊരു. പിന്നെ അന്ന് കാസറ്റ്സ് ആണ്. അപ്പൊ ഈ കാസറ്റ് കവറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ പാടിക്കഴിഞ്ഞിട്ടുള്ള കാസറ്റ് കവേഴ്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് കളക്ഷൻ പോലെ ഇങ്ങനെ എടുത്ത് വെക്കും, സൂക്ഷിച്ചിട്ടുണ്ടല്ലോ, സൂക്ഷിച്ചു വെക്കും. അതിന്റെ ആ ഒരു കളക്ഷൻസും ആ ഒരു ഇതൊന്നും പറയണത് അതിന് പ്രത്യേക ഒരു സ്വീറ്റ്നെസ് തന്നെയാണ് അല്ലേ? അതെ, ശരി. ഓവർ ടു നെക്സ്റ്റ് പാട്ട്. ചീട്ട്. ചീട്ടൊന്നും കളയല്ലേ, എല്ലാ ചീട്ടും മഞ്ജരി ഗാനങ്ങളാണ്. കയ്യെത്താ കൊമ്പത്ത് ഞാൻ പാടി. അത് പാടി. അപ്പൊ അതിന്റെ പിന്നിൽ പറയാനുള്ള ഒരു കഥ? കയ്യെത്താ കൊമ്പത്ത് ഇതുപോലെ സാറ് പാടിക്കുമ്പോ സാർ അതിങ്ങനെ ഒരു ഊഞ്ഞാലിങ്ങനെ പോകുന്ന പോലെ ഒരു പാട്ടായിരുന്നു. കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം. അതിലൊന്നും സ്ട്രെസ് ചെയ്യ, കയ്യെത്താ കൊമ്പ് അങ്ങനെ വരരുത്, പാടാൻ തോന്നും അതുപോലെ. കയ്യെത്താ കൊമ്പത്തോ ഒരു ഒഴുക്കുണ്ടാവണം, കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. അപ്പൊ വാക്കുകളൊക്കെ കുറച്ച് ഈസി ആയിട്ട് പോണം, എവിടെയും തട്ടരുത്. അങ്ങനെ സാറിന്റെ പാട്ടുകൾ എപ്പോഴും പാടാൻ ചെല്ലുമ്പോ ഒരു ടെൻഷനാണ്. കാരണം അദ്ദേഹത്തിന് നമ്മൾ ഒരുപാട് ഡ്രാമ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. എന്തിനാ നിങ്ങൾ ഇത്രയും എക്സ്പ്രഷൻ കൊടുക്കണ്ട? എന്റെ പാട്ടിൽ ഓൾറെഡി ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അതിന് നൈസായിട്ട് വോയിസ് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അങ്ങനെ പാടിയ ഒരു പാട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതും മീര ഭയങ്കര ജോഷായിട്ട് അഭിനയിച്ച ഒരു പ്രോജക്റ്റ് പാട്ടായിരുന്നു, വിനോദയാത്ര. അപ്പൊ അതും ഇതുപോലെ തിയേറ്ററിൽ പോയി കാണുമ്പോ അതിനിങ്ങനെ ചാടി സ്ലോ മോഷനിലൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നല്ല രസമായിട്ടുള്ള ഒരു പാട്ട്. ഒരുപാട് പേര് എനിക്ക് അപ്രീസിയേഷൻ പറഞ്ഞൊരു പാട്ടായിരുന്നു ഈ ഒരു മെലഡി പാട്ട്. ഓക്കെ, ശരി. അടുത്തത് കൈനിറയെ വെണ്ണ തരാം. കൈനിറയെ വെണ്ണ തരാം എനിക്കൊന്ന് പടത്തില് വേണുചേട്ടൻ പാടിയ വേർഷൻ ആണുള്ളത്. കൈനിറയെ വെണ്ണ തരാം, അലക്സ് പോൾ സാറിന്റെ മ്യൂസിക്. അലക്സ് പോൾ സാറിന് വേണ്ടിട്ട് ഞാൻ കുറെ പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് പാടുന്നത് ചില്ലുജാലകവാതിലിൽ തിരശീല ഞൊറിയുമ്പോൾ, അത് ക്ലാസ്മേറ്റ്സിന് വേണ്ടി പാടിയതാണ്. ആക്ച്വലി ഇതായിരുന്നു എന്റെ കൽബിലേക്ക് പകരം ചെയ്ത പാട്ട്. അപ്പൊ അത് കുറച്ച് സാഡായി പോവല്ലോ എന്നുള്ളൊരു സാധനം അങ്ങനെ മാറി. പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി കുറെ പാട്ടുകള്, മുറ്റത്തെ മുല്ലേ ചൊല്ല്, കുറെ മറ്റേ നമ്മുടെ നേരാണേ എല്ലാം നേരാണേ, കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ പാടിയ ഒരു നല്ലൊരു പാട്ടാണിത്. കൈനിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം, നിന്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ കൊതിയുള്ളൊരുണ്ണീതാ ചാരേ, കൈനിറയെ
വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. ഓ, ഇത് രസാ.